നമ്മുടെ മലയാളത്തിന്റെ അഭിമാനത്തോടുകൂടി നമ്മൾ പറയും. ഇപ്പൊ വേട്ടയിൽ ഉൾപ്പെടെയുള്ള സിനിമകളിൽ തമിഴിൽ അഭിനയിച്ചാലും ഇന്ന് നമ്മൾ പറയും മലയാളത്തിന്റെ സ്വന്തം മഞ്ജു വാര്യർ. എല്ലാവർക്കും നമസ്കാരം, സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇവിടെ വരാനും ഈ സ്നേഹമൊക്കെ ഇങ്ങനെ നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ശക്തിയും എനർജിയും ഒക്കെ തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യടിയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെ പോലെയുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ ശക്തി തരുന്നത്. ഇവിടെ വന്ന് വീണ്ടും ഇത്രയും സാധാരണ പ്രഭു സാർ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളിലും അവാർഡ് ദാന ചടങ്ങുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ഒരു സായാഹ്നത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരെ കൊണ്ടും നല്ലത് പറയിക്കാനും എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യാനും ഒക്കെ ഒന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടും അതേ നല്ല പേരോടുകൂടി എന്താ പറയുക, നമ്മുടെ സമൂഹത്തിന് നല്ലത് ചെയ്യാനും ഒരുപാട് ആളുകളെ കൊണ്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ പുണ്യജന്മങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന അത് ഈ ഒരു വലിയ ജനക്കൂട്ടം തന്നെ തെളിവാണ്. ശ്രീ സാമുൽ വർഗീസ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ഇവിടെയുള്ള ആളുകളിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ഒരു ഇംപ്രഷൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു വലിയ കൂട്ടായ്മ തന്നെ ധാരാളമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്നേഹമുള്ള മകൻ ജോബി ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ആരംഭിക്കുന്നതിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദനവും ആശംസകളും അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം പണമുണ്ടായാലും എത്രമാത്രം നമ്മൾ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ചാലും ഒക്കെ അതിന് കിട്ടുന്ന സന്തോഷത്തിന് ഒരു പരിധിയുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു സഹജീവിക്ക് ഒരു ഉപകാരം ചെയ്യുക, നമ്മൾ കാരണം മറ്റൊരാളുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുക എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു പുണ്യം ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിന് തന്നെ ഏറ്റവും വലിയ ഒരു സ്നേഹമുള്ള ഒരു മകൻ്റെ കടമയാണ് ശ്രീ ജോബി ഇവിടെ നിർവഹിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ഉറപ്പോടെ അത് വിശ്വസിക്കുകയും ചെയ്യാം. ഇനി ഈ ഒരു പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് വർഷങ്ങളോളം ഒരുപാട് പേർക്ക് നന്മ ചെയ്തുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ വലിയ ആശ്വാസം പകർന്നുകൊണ്ട് ഈ ഒരു ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ വലിയ രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒരുപാട് വിദ്യാഭ്യാസ ചെലവുകളും ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഒരുപാട് സ്വപ്നത്തോടെ ജീവിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന സങ്കടപ്പെടുന്ന അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സങ്കടത്തിന് വലിയ ഒരു ആശ്വാസമായിരിക്കും ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ്റെ ഈ പ്രവർത്തനം. അതുകൊണ്ട് എല്ലാവിധ നന്മകളും ആശംസകളും ബ്ലൂ ഹിൽ ഫൗണ്ടേഷനും. സ്നേഹം നിറഞ്ഞ പത്തനംതിട്ട ഈ നാടിൻ്റെ പേര് ഞാൻ വീണ്ടും പറഞ്ഞത് തോന്നിയല്ല അട്ടച്ചാക്കൽ നിവാസികളും കോന്നി നിവാസികളും നിങ്ങൾക്ക് എല്ലാവർക്കും കേരളവും കടന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു സംഘടനയായി ഒരു ചാരിറ്റബിൾ ഒരു ഓർഗനൈസേഷനായി ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിലും വലിയ എനിക്ക് സന്തോഷം പറയാനുള്ളത് ഇന്ന് ഈ വേദിയിൽ ഞാൻ ഇവിടെ വേദിയിലിരിക്കുന്ന പ്രഭുദേവ സാറിനെ കുറിച്ച് എനിക്ക് പറയാതെ നിർത്താൻ നിവൃത്തിയില്ല. കാരണം എന്നെക്കുറിച്ച് അറിയാവുന്ന എൻ്റെ അഭിമുഖങ്ങളോ എവിടെയെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പ്രഭുദേവ സാറിനോട് എനിക്ക് കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ആരാധന എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ കാണും. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനു മുമ്പേ പ്രഭുദേവ സാർ അഭിനയിച്ച പാട്ടുകളുടെ ഒരു വീഡിയോ കാസറ്റ് ഞാൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. പക്ഷേ ഞാനൊരു 2 പാട്ട് പ്രഭുദേവ സാർ വീഡിയോ പ്ലെയറിലിട്ട് കണ്ടിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോവുക. അപ്പം അത്രയും ആരാധനയും കുട്ടിക്കാലം തൊട്ടുള്ള ഒരു മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രഭുദേവ സാർ. അദ്ദേഹത്തിനോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിന് ഒരു അവസരം ഉണ്ടാക്കി തന്നത് ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ്. ശ്രീ ജോബിക്കും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചത് സിനു ആണ്. അപ്പോൾ അദ്ദേഹത്തിനും ശ്രീ ജോബിയുടെ കുടുംബത്തിനും മാഡത്തിനും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യവും മനസ്സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തിന് മനസ്സ് നിറഞ്ഞ 10,000 മടങ്ങ് തിരിച്ച് അങ്ങോട്ടും സ്നേഹം. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും വണക്കം. எல்லாருக்கும் வணக்கம். 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 எல்லா
பெரியவங்களுக்கு எல்லாருக்கும் வணக்கம். அண்ட் உங்களை மாதிரி நானும் மஞ்சு ஒரு பெரிய ஃபேன். அண்ட் உங்களெல்லாம் பார்த்ததில் ரொம்ப சந்தோஷம். ஃபஸ்ட்டு எனக்கு இந்த மாதிரி ஒரு ஊர் இருக்கிறதே தெரியாது. பத்திரந்தட்டா 2-3 வாட்டி ஜோபி சார் சொல்லியிருக்கிறாரு. அப்புறமா எனக்கு தெரியல அப்படியெல்லாம். பட் வரும்போது ரொம்ப நேற்று கொச்சின் வந்து இங்கேருந்து வரும்போது ரொம்ப டிராஃபிக்காக இருந்தது, ரொம்ப டயர்டாக இருந்தது. பட் ஊர் பார்த்தோன்னா ஊர் பியூட்டிஃபுல்லான ஊர். அதே மாதிரி இந்த மாதிரி ஒரு ஃபங்க்ஷன் எனக்கு ரொம்ப புதுசு. இந்த மாதிரி ஒரு ஃபங்க்ஷன் உங்களெல்லாம் பார்க்கறதுல எனக்கு ரொம்ப சந்தோஷம். இவ்வளோ ஹாப்பி ஃபேஸஸ் லவ் யூ ஆல். ரொம்ப சந்தோஷமாக இருக்குது. அதே மாதிரி ஜோபி அவர் நல்லா இல்லை. ஐ கேம் ஹியர் ஃபார் ஜோபி ஒன்லி பிகாஸ் நைஸ் பர்சன். எவ்ரி டைம் இஸ் ப்ரூவிங். டுடே ஆல்சோ இந்த மாதிரி ஒரு சொன்னார், பெரிய விஷயம். இந்த மாதிரி இவ்வளோ பேருக்கு நல்லது பண்ணுறாரு. ஸோ ஸ்வீட் ஆஃப் ஹிம். நான் இந்த ஃபங்க்ஷன் ஏதோ ஒரு வீடு பின்னாடி இருக்கும், ஏதோ சின்ன ஃபங்க்ஷன் இருக்குன்னு நினச்சேன். பார்த்தா இவ்வளோ பெரிய ஃபங்க்ஷன் எனக்கு இப்போ தான் வந்தது தெரியும். ஸோ ஹாப்பி டு see you all. Jobiji, my best wishes. Congratulations, such a nice gesture. Thank you all. Love you all. Thank you. Thank you. കോതി അദ്ദേഹം ഇരിക്കുന്നതിന് മുമ്പ് ആ സ്നേഹം എല്ലാവരും ഒരു കൈഡിലൂടെ കാണിച്ച് ഒരു സ്നേഹോപഹാരം നൽകുകയാണ്. ഞാൻ കാത്തലിക് ഡയസീസ് പത്തനംതിട്ടയുടെ പ്രതിനിധിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. കാത്തലിക് ഡയസീസ് പത്തനംതിട്ടയുടെ പ്രതിനിധിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ബ്ലൂ ഹിൽസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ഈ ഒരു സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നു. അട്ടച്ചക്കൽ ചിറ്റൂർ അമ്പലത്തിന്റെ പ്രതിനിധി, അട്ടച്ചക്കൽ ചിറ്റൂർ അമ്പലത്തിന്റെ പ്രതിനിധിയെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ നന്ദൻ ചിറ്റൂർ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഇരിക്കാട്ടോ, നിങ്ങളെല്ലാവരും ഇരിക്കണം. നമുക്ക് ലിസ്റ്റിൽ കുറച്ച് വലിപ്പമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ അടുത്തത് EMS ചാരിറ്റബിൾ ട്രസ്റ്റ് കോന്നിയുടെ റെപ്രസെന്റേറ്റീവ് ശ്രീ ശ്യാംലാലിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശ്യാംലാൽ, EMS ചാരിറ്റബിൾ ട്രസ്റ്റ് കോന്നി. ഇവരെല്ലാം അവരുടേതായ രീതിയിൽ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരാണ്. അവരും ഇന്ന് ബ്ലൂ ഹിൽസ് ഫൗണ്ടേഷൻ ട്രസ്റ്റുമായി ചേർന്ന് ഇനി മുന്നോട്ട് പ്രവർത്തിക്കുന്നു. അവരിലേക്ക് നൽകുന്ന ആദ്യ സ്നേഹോപഹാരമാണ് നമ്മൾ ഈ കാണുന്നത്. താങ്ക് യു മിസ്റ്റർ ശ്യാംലാൽ. ഞാൻ അടുത്തത് ഫാദർ ജോജി പിഴമൂട്ടിലിനെ പേരിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ലാക്കൂർ കാരുണ്യ ഭവന്റെ പ്രതിനിധി ഫാദർ ജോജിയെ പേരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഫാദർ ജിൻസിന്റെ വേദിയിലേക്ക് സ്വാഗതം. ഫാദർ ജിൻസ് മേപ്പുറത്ത് പ്രത്യാശ ഭവൻ പയ്യനവരം, അവിടെ നിന്നുള്ള പ്രതിനിധിയായ ഫാദർ ജിൻസിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാദർ ജിൻസിന്റെ പകരം മൈലപ്രാശ്രമത്തിലെ ഫാദർ ജെസ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൈലപ്രാശ്രമത്തിലെ ഫാദർ ജെസ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അജീഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാന്ധി ഭവൻ ദേവലോകത്തിലെ ശ്രീ അജീഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു വിവാഹത്തിനായി ശാന്ത രാജുവിന് ഇവിടുന്ന് ട്രസ്റ്റിൽ നിന്നുമുള്ള സഹായം നൽകി അതിന്റെ ഭാഗമാവുകയാണ് ബ്ലൂ ഹിൽസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ്. ശാന്ത രാജുവിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ
ജോബിച്ചേട്ടൻ ഞാൻ ഒന്നുകൂടി ഒന്ന് ഫ്രണ്ടിലോട്ട് സ്വാഗതം ചെയ്യും. കാരണം അടുത്ത സെറ്റ് ജോബിച്ചേട്ടൻ കൈകൊണ്ട് നിർവഹിക്കണം എന്നുള്ളതാണ്